കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും സ്നേഹ വന്ദനങ്ങൾ. ഇന്ന് തെറ്റായ നിലയിൽ ചില വിശ്വാസികൾ പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷകളെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതലുകളെ സംബന്ധിച്ചുള്ള ശുഭകരമായ പ്രതീക്ഷയുണ്ട്. നമ്മുടെ മുൻകാല ജീവിതങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ദൈവം സമീപസ്ഥനാകുന്നു എന്ന് തിരുവഴുത്തിൽ വായിക്കുന്ന പോലെ അവരുടെ വൈവിധ്യങ്ങളായ ആവശ്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വളരെ അത്ഭുതകരമായ നിലയിൽ അവരെ പുലർത്തുകയും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3 സംഭവങ്ങളാണ് ഞാൻ ചുരുക്കമായ വാക്കിൽ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് ദൈവവചനം പറയുന്നു. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അത് വളരെ വ്യക്തതയോട് തന്നെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കരുതുന്ന കർത്താവ് യഹോവ ജയറി. അതിൽ ഒരു സംഭവമാണ് ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഈ പാറാൻ മരുഭൂമി വഴിയായി 40 വർഷക്കാലം കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത സംഭവം. മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടു പോരുമ്പോൾ മിസ്രൈമ്യരുടെ പക്കലുണ്ടായിരുന്ന സ്വർണങ്ങളും ആഭരണങ്ങളും ഒക്കെ അപഹരിച്ചുകൊണ്ട് അവർ യാത്ര പുറപ്പെട്ടുവെങ്കിലും അവരുടെ കയ്യിൽ അവർ കരുതൽ ശേഖരമായി സൂക്ഷിച്ച ആഹാരം 40 വർഷം പോയിട്ട് 4 ദിവസത്തേക്ക് മതിയാകുമായിരുന്നുവോ എന്നതിൽ സംശയമുണ്ട്. അവർ ചെങ്കടൽ കടന്നു സ്തോത്ര സംഗീതത്തോടെ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. മരുഭൂമിയിലെ യാത്രയുടെ തുടക്കത്തിൽ അല്പമല്ലാത്ത ക്ഷീണം അവർക്കുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ മിസ്രൈമിൽ വെളുത്തുള്ളി, ചിറ്റുള്ളി, പിന്നെ മത്തങ്ങ, കുമ്പളങ്ങ ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ ഞങ്ങൾ ഭക്ഷിച്ചിരുന്നു. അവിടെ ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറച്ചി കലങ്ങളുടെ അരികെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്തു. മോശ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനമായ മന്ന അവർക്ക് നൽകി എന്ന് വായിക്കുന്നുണ്ട്. കൊത്തമ്പാലരി രൂപം, അതായത് മല്ലി പോലെയുള്ള വലിപ്പത്തിൽ പ്രഭാത സമയത്ത് ഓരോ ഇസ്രായേലിനും പാർത്തു വന്ന കൂടാരത്തിൻ്റെ മുമ്പിൽ മഞ്ഞിൽ പുതഞ്ഞാണ് ഈ മന്ന കാണപ്പെട്ടത്. ദൈവം മോശ മുഖാന്തരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഓരോ കൂടാരത്തിലും ഓരോരുത്തന് ഓരോ ഇടങ്ങഴി വീതം അതിൽ നിന്ന് എടുക്കണം. എടുത്ത് അത് ഇടിച്ച് പൊടിച്ച് ആവിയിൽ പുഴുങ്ങിയതായി നിങ്ങൾ ഭക്ഷിക്കണം. തേൻ പുരട്ടിയ ദോശ പോലെ അത്രമാത്രം മൃദുത്വമുള്ളതും രുചിപ്രദവുമായിരുന്നു മന്നയെന്ന് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ യാത്ര മുമ്പോട്ട് പോയി. 40 വർഷവും സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ പ്രൊവിഷന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. അവിടെ ഒരു ആത്മീയ ചിന്തയുണ്ട്. ദൈവം നമ്മുടെ വിഷമതകളിൽ നമുക്ക് വേണ്ടി നേരിട്ട് ഇടപെടുകയും സ്വർഗത്തിൻ്റെ ദാനമായി ദൈവം നമുക്ക് വേണ്ടി ഒരു ക്രമീകരണം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഇടതടവില്ലാതെ തടസ്സം കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. നേരെ മറിച്ച് മനുഷ്യരാരെങ്കിലുമാണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ മാനുഷികമായ നിലയിൽ അത് കുറേ കഴിയുമ്പോൾ നിന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് ദൈവമാണ് സമാരംഭിച്ചത്. സ്വർഗത്തിൽ നിന്ന് ദൈവമാണത് പുറപ്പെടുവിച്ചത്. ദൈവമാണ് അവർക്ക് നൽകിയത്. 40 വർഷവും ആ മന്നയുടെ വർഷം തുറന്നുകൊണ്ടേയിരുന്നു. വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദേശമായ കനാൻ ദേശത്ത് പ്രവേശിച്ച് ദേശത്തെ വിശിഷ്ടമായ ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം സ്വർഗത്തിലുള്ള മന്ന നിന്നുപോയി എന്ന്. അപ്പോൾ ഈ 40 വർഷക്കാലം ഇസ്രായേലിലെ ദൈവം പുലർത്തിയത് ശക്തന്മാരുടെ ഭോജനമാകുന്ന സ്വർഗീയ മന്ന കൊണ്ടാണ്. ഈ മന്നയുടെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന് കൃത്യമായ ഒരു കാലയളവുണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലെ യാത്രയിൽ അതിൻ്റെ അന്ത്യത്തിൽ എത്തിച്ചേർന്ന് കനാൻ ദേശത്ത് എത്തുന്നത് വരെയും അത്രയും കാലത്തേക്കേ ഉള്ളൂ. ദൈവം ചില സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ചില പ്രത്യേക പ്രൊവിഷൻ ദൈവം നൽകാറുണ്ട്. ഈ പ്രൊവിഷൻ ആജീവനാന്തം നമ്മിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള പ്രതീക്ഷ അപ്രതീക്ഷിതമാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് യാതൊരു വകയുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടമായിരുന്നു സ്വർഗത്തിലുള്ള മന്ന. അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് അവർ കേട്ടിട്ട് പോലുമില്ല, അവർ ഒരിക്കലും കണ്ടിട്ടുമില്ല.
തങ്ങളുടെ കണ്ണിന്റെ മുമ്പാകെ മോശ കൽപ്പിച്ച പോലെ ഇത് മഞ്ഞിൽ പുതഞ്ഞു വീണ് കിടക്കുന്നതായി കണ്ടപ്പോഴാണ് അവരതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയത്. നമ്മുടെ മുമ്പാകെ നമ്മളുടെ ചിന്തയിൽ വരാത്തതും നമ്മൾ ആലോചിക്കാത്തതും നമ്മൾ പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള സ്വർഗീയ മാർഗത്തിലൂടെ ദൈവം ചില സമയത്ത് നമ്മെ പോഷിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരബദ്ധം ഒരിക്കലും പറ്റരുത്. ഈ പ്രൊവിഷൻ കൃത്യമായ 40 വർഷത്തെ യാത്രയിലേക്ക് മാത്രം ദൈവം തിട്ടപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും കനാൻ ദേശത്ത് പ്രവേശിച്ച ശേഷവും ഈ സ്വർഗത്തിലുള്ള മന്ന ഭക്ഷിക്കാം എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താണ്. ചില സഹോദരി സഹോദരന്മാര് ഈ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഇസ്രായേലിലെ 40 വർഷം മരുഭൂമിയിൽ മന്ന കൊടുത്ത് പോഷിപ്പിച്ച ദൈവം നമ്മെയും പോഷിപ്പിക്കും. അതിൻ്റെ വാച്യാർത്ഥത്തിൽ അത് തെറ്റാണ്. ഇസ്രായേലിന് ദൈവം നൽകിയ 40 വർഷത്തെ നിശ്ചിത കാലയളവിലെ ഒരു സ്വർഗീയ പ്രൊവിഷനായിരുന്നു ഈ മന്ന. അതിനുശേഷം അവരുടെ ചരിത്രത്തിൽ ഇന്ന് വരെ, അതായത് 2026 വരെ ഒരിക്കലും പിന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ പ്രൊവിഷൻ ഒരേ മാർഗത്തിലൂടെ നൽകി സദാകാലവും തൻ്റെ ദാസന്മാരെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ പുലർത്തുന്ന ഒരു സംവിധാനം ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ വഴികൾക്ക് മാറ്റമുണ്ട്, എന്നാൽ ദൈവ സ്വഭാവത്തിന് മാറ്റം വരികയുമില്ല. അതുകൊണ്ട് 40 വർഷം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിനെ മരുഭൂമിയിൽ മന്ന കൊടുത്ത ദൈവം ഇന്ന് ഞങ്ങൾക്കും മന്ന തരും എന്നും പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മന്ന കിട്ടുകയില്ല. തെറ്റായ ഒരു പ്രതീക്ഷയാണത്. അപ്പോൾ വാസ്തവത്തിൽ അത് തന്നെയല്ല, ഒരു ഇസ്രായേലിനും മന്നയെ നോക്കി ജീവിച്ചില്ല. മന്ന അവർക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം പൊഴിച്ചു കൊടുക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് മാർഗത്തെ നോക്കി വേഴാമ്പലിനെ പോലും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാണ് ദൈവം ഇത് അയച്ചു തരുന്നത്, എവിടെ നിന്നാണ് എങ്ങനെയാണ് ദൈവം തരുന്നത്, സ്വർഗത്തിൽ നിന്ന് തന്നെ വീഴുമോ, അപ്പോൾ ഇന്ന് ഇത് പിറക്കിയെടുക്കുന്നവർ നാളെ ഇത് ഉണ്ടായിരിക്കുമോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതത് ദിവസത്തേക്കുള്ളത് ധാരാളം ദൈവത്തിന് മതിയാവും. നമ്മുടെ കർത്താവ് എന്നാ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷത്തിൽ അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അത് പറഞ്ഞത് നാളെ ചൊല്ലി വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോടൊരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യം എന്തെന്ന് അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി നാളെയുള്ളത് കരുതിക്കൊള്ളും. നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് ഇന്നേ നമ്മൾ ചിന്തിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അതാത് ദിവസത്തേക്കുള്ള പ്രൊവിഷൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഭദ്രമാണ്. 2, ഏലിയാവിൻ്റെ ദൈവം പുലർത്തിയൊരു സംഭവമാണ്. അത് ഞാൻ ഈ ഫേസ്ബുക്കിൽ പലരും എഴുതുന്ന കണ്ടുണ്ട്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പുലർത്തിയ ദൈവം നമ്മെയും പോറ്റുവന്നു. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രവാചകനായ ഏലിയാവിനെ കെരീത്തിലേക്ക് പോയി ഒളിച്ചിരിക്കുവാൻ ദൈവം കൽപ്പിച്ചു. അത് ആഹാബിൻ്റെ വാളിന് അവന് ഏൽപ്പിക്കപ്പെട്ടു കൊടുക്കാപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ബാലിൻ്റെ പ്രവാചകന്മാര് യഹോവയുടെ പ്രവാചകന്മാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന കാലഘട്ടത്തിൽ ആഹാബിന്റെ സിംഹാസനവും അവന്റെ കുടുംബവും അവന്റെ ഭാര്യയും ആ ഇസ്രായേലിന്റെ പ്രവാചകന് വിരോധമായിരുന്ന സമയത്ത് അവരുടെ പ്രാണനെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, അവനോട് കെരീത്തിൽ പോയി ഒളിച്ചിരിപ്പാൻ ദൈവം കൽപ്പിച്ചു. കാക്കയോട് ദൈവം കൽപ്പിച്ചു. അത് ഒരു സിംഗിൾ കാക്കയായിരുന്നു, ഒന്നിലധികം കാക്കകളായിരുന്നു. ഇതൊന്നും വേദവസ്തം പറഞ്ഞില്ല. ഐ ഹാവ് കമാൻഡഡ് ദ റാവൻസ് ടു ഫീഡ് യു, ഇത്രയും മാത്രം ദൈവം പറഞ്ഞു. So Elijah went into Cherith and hid himself there at the brook. And every morning the ravens brought him bread and meat എന്നാണ് വായിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. ഇപ്പോൾ ഏലിയാവിന് അങ്ങനെ ചെയ്തു. ബൈബിളിലെ ഒരു പ്രവാചകന്മാർക്കും വേറെ ഒരു വ്യക്തികൾക്കും ദൈവം ഈ നിലയിൽ ഒരു ഫീഡിങ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് ഓൺലി എ സിംഗിൾ ഇൻസിഡൻറ്റ് എവർ ടുക്ക് പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്, എസ്പെഷ്യലി ദ പ്രൊഫറ്റ്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ടി വന്നാൽ അങ്ങനെയും ദൈവത്തിന് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഈ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊവിഷൻസ് അല്ല. ഇപ്പോൾ ആഹാബ് പ്രവാചകന്മാർക്ക് ഇസ്രായേലിനുള്ള എല്ലാ പ്രൊവിഷൻസും മുടക്കിയിരിക്കുകയാണ്. യഹോവയുടെ നാമത്തിൽ ആരെങ്കിലും ഉച്ചരിക്കുന്നത് കേട്ടാൽ അവനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെട്ടവനായിട്ടിരിക്കുകയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ദൈവത്തിന് തൻ്റെ ദാസന്മാരെ ഒരു പ്രത്യേക സുരക്ഷിത താവളത്തിൽ ഒളിപ്പിക്കുവാനും രാജക്രോധം കഴിയുവോളം അവരുടെ പ്രാണനെ സൂക്ഷിക്കുവാനും അവരുടെ ദേഹിക്ക് വേണ്ടത് ഒരുക്കുവാനും ദൈവത്തിന് കഴിയും എന്നതിലേക്ക് ദൈവം ഒരു ദൃഷ്ടാന്തം കൊടുത്താണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു കാക്കയെ ഇങ്ങനെ ദൈവം അയക്കും. ഏലിയാവിനെ ദൈവം കാക്കയെ അയച്ചാണ് പോഷിപ്പിച്ചത്. അതുകൊണ്ട് കാക്ക എനിക്ക് അപ്പവും ഇറച്ചിയും കൊടുത്തരും എന്നും പറഞ്ഞ് ഇരുന്നാൽ അങ്ങനെ ദൈവം ചെയ്യുകയില്ല.
എന്നാൽ അതിനകത്തൊരു ആത്മീകമായിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. അതെന്നറിയാമോ? നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്നവരാണെങ്കിൽ ദ്രവ്യത്തെക്കാൾ അധികം കർത്താവിനെയും ലോകത്തെക്കാൾ അധികം ക്രിസ്തുവിന്റെ രാജ്യത്തെയും സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കുള്ള സകലത്തെയും നമ്മൾ കർത്താവ് നിമിത്തം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടവരാണെങ്കിൽ നമ്മെ ഏതു മാർഗത്തിലൂടെയും പുലർത്താൻ ദൈവത്തിന് കഴിയും എന്ന് ദൈവം തെളിയിക്കുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഒരു വൃത്തിഹീനമായ ജീവി എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആർക്കും ഒന്നും കൊടുക്കാതെ ഉള്ളതെല്ലാം സ്വാർത്ഥമായി എടുത്ത് ഭക്ഷിക്കുന്ന ഒരു കാകനെ കൊണ്ടുപോലും ദൈവത്തിന് തൻ്റെ ഭക്തന്മാരെ പുലർത്തുവാൻ കഴിയും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. പക്ഷേ ദാറ്റ് ഇല്ലുസ്ട്രേഷൻ ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് ഓർ ഷാൽ നോട്ട് റിപ്പീറ്റ് ഇൻ ദ സെയിം മോഡസ് ഓപ്പറൻഡി. അതേ നിലയിൽ തന്നെ ആ ദൃഷ്ടാന്തം അങ്ങനെ തന്നെ തുടരും എന്നില്ല. കാക്ക കൊണ്ട് നമ്മെ പോഷിപ്പിക്കും എന്ന് ഇല്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം 40 വർഷം ശക്തന്മാരുടെ ഭോജനമായ മന്ന സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിച്ച് മന്ന കൊണ്ട് പോഷിപ്പിച്ച ദൈവം ഏലിയാവിനെ കെരീത്തിൽ അത്ഭുതമായി സൂക്ഷിച്ച് തൻ്റെ ജീവികളിൽ സൃഷ്ടി ആകുന്ന ജീവികളിൽ ഒരു കാക്കയെ കൊണ്ട് അല്ലെങ്കിൽ കാക്കകളെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം പിന്നീട് നമ്മൾ വായിക്കുന്നത് അവനെ സരാപ്തയിലേക്ക് അയച്ചു എന്നാണ്. സരാപ്തയിൽ ധാരാളം വിധവന്മാരുണ്ടായിരുന്നു എങ്കിലും സരാപ്തയിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് അത്ര ഏലിയാവിന് ദൈവം അയച്ചു എന്ന് പറയുന്നു. സരാപ്തയിൽ വിധവന്മാർ മാത്രമല്ല, ധാരാളം ധനാഠ്യന്മാരും ഉണ്ടായിരുന്നു. വേണ്ടുവോളം സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു വസ്തു മനസ്സിലാക്കണം, സമ്പന്നരെല്ലാം ദൈവത്തിൻ്റെ ദാസനും ദൈവത്തിനും ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം എന്ന് നിർബന്ധമില്ല. വിധവമാരെല്ലാം ദൈവദാസന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം എന്നില്ല. എന്നാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ വിധവയെ ദൈവം ഈ ഏലിയാവിന് വേണ്ടി മുന്നൊരുക്കിയിരുന്നു. അവൻ സരീപ്തയിൽ ചെന്നു. ഈ ക്ഷാമം കഴിയുവോളം, അതായത് വരൾച്ച കഴിയുവോളം, ദേശത്ത് മഴ വരുവോളം ആഹാബിനും സരാപ്തയിലെ വിധവയുടെ കുടുംബത്തിനും സുഷുപ്തി ഉണ്ടാകുന്ന നിലയിൽ, സുഭിക്ഷത ഉണ്ടാകുന്ന നിലയിൽ ദൈവം അവരുടെ കലത്തിലെ മാവ് വർദ്ധിപ്പിക്കുകയും ഭരണിയിലെ എണ്ണയെ പെരുക്കുകയും ചെയ്തു. ഇത് ദൈവത്തിൻ്റെ അസാമാന്യമായിരിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ്. അങ്ങനെ അന്ന് സംഭവിച്ചു. ഇതും ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ മന്ന വർഷിപ്പിച്ച് 40 വർഷക്കാലം ഇസ്രായേലിനെ പോറ്റത് ഒരിക്കൽ മാത്രം സംഭവിച്ച കാര്യം, ഒരു ജനതയോട് ബന്ധത്തിൽ മാത്രം സംഭവിച്ച കാര്യം, അത് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം സംഭവിച്ച കാര്യം. കെരീത്തിൽ കാക്കകളെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയതും ഒരു കാലഘട്ടത്തേക്ക് മാത്രം ഉണ്ടായ കാര്യം. ഇവിടെ സരാപ്തയിലെ വിധവയെ കൊണ്ട് പ്രവാചകനെ പോഷിപ്പിച്ചതും ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം സംഭവിച്ച കാര്യം. ഇപ്പം ദൈവത്തിനൊരു പ്രവർത്തന കാലഘട്ടമുണ്ട്. ഇപ്പം നമ്മെ ഒരാൾ സഹായിച്ചാലും ആ സഹായിക്കുന്ന ആള് വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ആത്മീയനായ വ്യക്തിയാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ നമ്മളെ ഫീഡ് ചെയ്യുവാൻ തോന്നൽ നൽകുന്നത് പോലും ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തോന്നൽ നൽകുമ്പോൾ ദൈവം അവരെ ഒരു പ്രത്യേക കാലഘട്ടത്തിനായി നമ്മെ ഒരുക്കുന്നു. നമ്മുടെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതത്തില്ല അങ്ങനെയുള്ള നല്ല സാക്ഷ്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വിഷമ സാഹചര്യങ്ങളിൽ നേരിട്ട് യാതൊരു ബന്ധവും പുലർത്താത്ത, വർഷങ്ങളായി യാതൊരു ബന്ധവുമില്ലാത്ത, ഒന്നും അങ്ങോട്ട് പറയാത്ത ചില സഹോദരന്മാരെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് നന്ദിയോട് നോക്കും. ഇതാണ് ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതറിയാവും, അങ്ങനെ നമ്മളൊരു വിഷമ ആണെന്നും നമ്മുടെ ആവശ്യങ്ങൾ ഒരു കൈത്താങ്കൾ നൽകണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അങ്ങനെയുള്ള ദാതാക്കളുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചത്. കാരണം കർത്താവ് തോന്നിപ്പിച്ചാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തോന്നിപ്പിച്ചത് നമ്മൾ കോണ്ടാക്ട് ചെയ്യല്ല, അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വഴി നമ്മൾ തേടി പിടിക്കുന്നതല്ല, ദൈവത്തിൻ്റെ വഴി നമ്മളെ തേടി എത്തുന്നതാണ്. അത് മനസ്സിലാക്കണം. പലപ്പോഴും ഈ യഹോവയിൽ ആശ്രയിക്കാത്തവർ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിക്കാത്തവർ, പിന്നെ ഭൗതിക വിഷയങ്ങളിൽ ചാഞ്ചാലമുള്ള ആളുകൾ, അവരൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ തങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടി അവർ സ്വന്തമായൊരു വഴി വെട്ടിയുണ്ടാക്കും, അല്ലെങ്കിൽ ചില വഴികൾ വെട്ടിയുണ്ടാക്കും. അത് പല മാർഗത്തിലൂടെ അസാമാന്യമായിരിക്കുന്ന അഭിനയത്തോടുള്ള സൗഹൃദ ബന്ധങ്ങൾ, പിന്നെ അസാമാന്യമായ സഹായ ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ കെട്ടിപ്പടുത്ത് ചില ആളുകളെ ഒക്കെ തങ്ങളുടെ പക്ഷത്താക്കി അവരിൽ നിന്ന് സ്ക്വീസ് ചെയ്തെടുക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. ആത്മീയ ലോകത്തൊക്കെ ധാരാളം ആളുകളുണ്ട്. എന്നാൽ അത് യഹോവയുടെ വഴിയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് യഹോവയുടെ വഴി തികവുള്ളത്, പരമാർത്ഥ ഹൃദയമുള്ള മനുഷ്യൻ അതിൽ കൂടി നടക്കുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മളെ തേടി എത്തുന്ന, നമ്മൾ അങ്ങോട്ട് ചെന്ന് എത്തുന്നതല്ല. നമ്മുടെ ആവശ്യങ്ങൾ, അതല്ലയോ ഒരു പാട്ടുകാരൻ പാടിയപ്പോൾ, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്
ആകാശത്തിന് കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നമുക്ക് വേണ്ടി നൽകുന്നവനാണ്. ഇപ്പം ഞാൻ മറ്റു കാര്യം പറയാം. ഈ ആഹാബിനെ കെരീത്തിൽ അയച്ചിട്ട് ആ കാട്ടുപ്രദേശത്തെ അരുവിയുടെ സമീപേ അവനെ പാർപ്പിച്ചുകൊണ്ട് കാക്കയോട് അവനെ പോഷിപ്പിക്കാൻ പറഞ്ഞാൽ ആഹാബിനോ അവന്റെ ഗ്രഹത്തിനോ ബാലിന്റെ പ്രവാചകന്മാർക്കോ ഇങ്ങനൊരു പ്രൊവിഷൻ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ദൈവം ചില ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അവരെ സഹായിക്കാൻ എഴുന്നേൽപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങൾ, ചില സാഹചര്യങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതും ആർക്കും പിടികൊടുക്കാത്തതും ആർക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാത്തതുമായിട്ടുള്ള മാർഗമായിരിക്കും. ഇപ്പോൾ എലിയാവിനെ പോറ്റിയ കാക്കയെ സ്റ്റോപ്പ് ചെയ്യാൻ ആഹാബിന് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം കാക്കയെ കൊണ്ടാണോ എലിയാവിനെ പോഷിപ്പിക്കുന്നത് അല്ലയൊന്നും ആഹാബിനും അവന്റെ ഗ്രഹത്തിനും അറിയത്തില്ല. കാക്കയുടെ റൂട്ട് അവനറിയത്തില്ല. ഇതെല്ലാം ദൈവം ഭദ്രമായി തൻ്റെ രഹസ്യത്തിൽ സൂക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തേക്ക് ആ പ്രൊവിഷൻ ദൈവം നൽകി. ആ ആവശ്യം കഴിഞ്ഞപ്പോൾ ആ പ്രൊവിഷൻ സ്റ്റോപ്പ് ചെയ്തു. കാക്കയുടെ വരവ് നിന്നു. കിരീയത്തിലെ തോട്ടിലെ വെള്ളവും വറ്റി എന്നുള്ള വായിക്കുന്നു. സമൃദ്ധിയായ തോട്ടിൽ വെള്ളം തരുന്നൊരു കാലമുണ്ട്. കാക്ക കൃത്യമായി ആഹാരം കൊണ്ട് വിടുന്നൊരു സമയവുമുണ്ട്. എന്നാൽ ഇത് രണ്ടും തീർന്നു പോകുന്നൊരു സമയമുണ്ട്. കാക്കയുടെ വരവ് നിലയ്ക്കുന്നതും കിരീയത്തിലെ തോട്ടിലെ വെള്ളം വറ്റിപ്പോകുന്നതുമായ ഒരു സമയമുണ്ട്. നിരാശപ്പെടേണ്ട ആവശ്യം ക്രിസ്തു ഭക്തനില്ല. എന്താ കാരണം അറിയാമോ? ലഭിച്ചു കഴിഞ്ഞതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഇനിയും മുമ്പോട്ട് ലഭിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ലഭിക്കാതെ പോകുന്നല്ലോ എന്നോർത്ത് ചാഞ്ചല്യപ്പെടാതിരിക്കുക. അത് കാരണം പ്രവാചകൻ അതിനെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞില്ല. കിരീയത്തിലെ തോട്ടിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്നു എന്നെഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ദൈവം അടുത്ത പ്രൊവിഷനാണ്, സരാബ്ദിലേക്ക് അയക്കുകയാണ്. അവിടെ വിധവയെ കൊണ്ട് അവനെ പോറ്റുക. അപ്പോൾ ദൈവത്തിന് ഒരു വഴിയല്ല, പല വഴിയുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ മരുഭൂമിയിൽ ദൈവം മന്ന കൊണ്ട് പോഷിപ്പിച്ചു. ഏലിയ അവരെ കുറെ കാലം കാക്കയെ കൊണ്ട് പോറ്റി. അത് കഴിഞ്ഞ് സരാബ്ദിലെ വിധവയെ കൊണ്ട് അവനെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് അവന് ദൈവത്തിൻ്റെ ദൂതൻ കനൽമേൽ ചുട്ട അപ്പവും വെള്ളവുമായി അവനെ നമ്മൾ വായിക്കുന്ന ചുവട്ടിൽ ഉണർത്തി അവൻ ആഹാരം കൊടുത്തു. അപ്പം അവിടെയും ദൈവത്തിൻ്റെ പ്രൊവിഷൻ. അത് നിങ്ങളാലും കണ്ടോ? ഇന്ന് വരെ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ദൂതൻ കനൽമേൽ അപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ കുബൂസ് ഉണ്ടാക്കി നമുക്ക് ആർക്കെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടോ? അങ്ങനെ നമ്മളാരെങ്കിലും ഭക്ഷിച്ചിട്ടുണ്ടോ? ഏലിയാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. കാരണം ഒരിക്കൽ കിരീയത്തിൽ, ഒരിക്കൽ സരാബ്ദിയിൽ, പിന്നീട് ഒരിക്കൽ ദൂതൻ കൊണ്ട്. ഈ 3 രംഗങ്ങളിലും പ്രവാചകന് എങ്ങനെയാകും തൻ്റെ ജീവിതമാർഗം എന്നതിനെക്കുറിച്ച് യാതൊരു മുൻകൂട്ടിയുള്ള ധാരണയുമില്ല. കിരീയത്തിലേക്ക് പോകാം, അവിടെ നിന്നെ പോറ്റാൻ കാക്കയോട് ഞാൻ കൽപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞു. ആ കാക്ക എന്തു കൊണ്ടുവരും എന്നും അവൻ അറിയാൻ വയ്യ. അവിടെ ദൈവം വിശ്വസ്തരായിരുന്നു. സരാബ്ദിയിലേക്ക് ഞാൻ നിന്നെ അയച്ചെന്ന് പറഞ്ഞു. അവിടെയും ദൈവം വിശ്വസ്തരായിരുന്നു. ഇവിടെ ഇതാ ദൂതനെ കൊണ്ട് അപ്പം ഉണ്ടാക്കി അത് തുരുത്തിയിൽ വെള്ളവുമാക്കി അത് കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതും ദൈവത്തിൻ്റെ പ്രൊവിഷനായിരുന്നു. ഈ 3 സ്ഥലങ്ങളിലും തൻ്റെ കൈകളുടെ അധ്വാനം ഒന്നും അവിടെ വേണ്ടി വന്നില്ല. ദൈവം അവന് വേണ്ടി കരുതുകയായിരുന്നു. നമുക്ക് വേണ്ടി കരുതുന്നവൻ നമ്മുടെ ദൈവമാണ്. അത് ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. ഇനി അത് കഴിഞ്ഞ് വേറൊരു രംഗമുണ്ട്. ഒരു 40 ദിവസത്തെ യാത്ര. ഈ 40 ദിവസത്തെ യാത്രയിൽ അവന് അപ്പവുമില്ല, വെള്ളവുമില്ല. ദൂതൻ അവന് കൊടുത്ത ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തി കൊണ്ട് അവൻ 40 ദിവസവും നടന്നു. യോർദാനോളം ചെന്നു. തൻ്റെ ശിഷ്യനായിരുന്ന ഏലീശയും കൂട്ടിക്കൊണ്ടുപോയി. പോയ വഴി ചില കാര്യങ്ങളൊക്കെ അവൻ ചെയ്യേണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ രാജാവിനെ അഭിഷേകം ചെയ്തു. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്താണ്ട് വായിക്കുന്നുണ്ട്. ഒടുവിൽ അവൻ ഈ യോർദാനിൽ ചെന്നു. യോർദാന്റെ അക്കരെ കടന്ന് അവൻ അവിടുന്ന് അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളുമായി ആകാശവേഗങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് യോർദാൻ മരണത്തിന്റെ ചിത്രമാണ്. നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യോർദാന്റെ ഇങ്ങേ തലവരെയും, അതായത് കിരീയത്തിലെ തോട്ടിലെ വെള്ളം കൊണ്ടും കാക്ക നൽകുന്ന അപ്പം കൊണ്ടും അതുപോലെ തന്നെ വിധവ നൽകുന്ന ശുശ്രൂഷ കൊണ്ടും ദൂതൻ കനൽമേൽ ചുട്ടതായി കൊടുത്ത അടവുകളുടെ ശക്തി കൊണ്ടും ദൈവം അവനെ പുലർത്തി. തുടർന്നുള്ള നാളുകളിൽ ആ അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തി കൊണ്ട് അവൻ 40 നാളോളം മുമ്പോട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഒരിക്കൽ ലഭിച്ച നന്മയുടെ വ്യാപാരം ദൈവകൃപയാൽ നമ്മുടെ ജീവിതത്തിൽ അത് തുടരുമ്പോൾ ആ ശക്തി കൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. യോർദാൻ ചെന്ന് യോർദാനെ പുതപ്പ് കൊണ്ട് അടിച്ചു. യോർദാൻ 2ആയി പിളർന്നു. അവൻ ശിഷ്യനും മറുകരയെത്തി. അവിടെ നമ്മൾ വായിക്കുന്നു, അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും അവനെ എതിരേറ്റു.
അവൻ അവയുടെ അകമ്പടിയിൽ സ്വർഗത്തിലേക്ക് ജീവനോടെ ഉടലോടെ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യ നിമിഷം വരെയും നമ്മെ സൂക്ഷിപ്പാൻ കാവൽ ചെയ്യുവാൻ. ഇതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയപ്പോൾ അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മകൾ ശക്തി നീയെ. നമ്മുടെ കർത്താവ് എത്രയോ വിശ്വസ്തനാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഇവിടെ ഈ ഫേസ്ബുക്കിൽ എഴുതുന്നവരെ ഇതൊന്നും എടുത്ത് നമ്മുടെ ജീവിതത്തെ, അതായത് ഇങ്ങനെ 40 ആണ്ട് മന്ന കൊടുത്ത ദൈവം ഞങ്ങൾക്ക് മന്ന തരും, ഏലിയാവിനെ കാക്കിക്കൊണ്ട് പുലർത്തും ഞങ്ങളെയും പുലർത്തും, അതുപോലെ ഏലിയാവിനെ ശരാബ്ദിയിൽ സൂക്ഷിച്ചവൻ ഞങ്ങളെ തരും, ഏലിയാവിന് ദൂതനെ കൊണ്ട് അപ്പം കൊടുത്തവൻ ഞങ്ങൾക്കും തരും, അങ്ങനെയൊന്നും ആവർത്തിക്കുകയില്ല. ദൈവത്തിൻ്റെ പല വഴികളുണ്ട്. ആ വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാൻ വയ്യ. പ്രവാചകൻ എന്താണ് പറയുന്നത് യിരെമ്യാവിൽ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളിൽ നിന്നും നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളിൽ നിന്നും അകന്നിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, യഹോവയുടെ വഴി തികവുള്ളത്. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. കാക്ക വരവ് നിർത്തിയാൽ നിരാശപ്പെടേണ്ട, കിരീടത്തിലെ വെള്ളം വറ്റിപ്പോയാൽ ഭാരപ്പെടേണ്ട. ദൈവത്തിന് പിന്നെയും ഉണ്ട് വഴികൾ. അപ്പോൾ ദൈവം തരുന്ന വഴികൾ കൂടെ വഴി ഇതാകുന്നു, ഇതിലെ നടന്നു കൊള്ളുക. നമ്മൾ ദൈവം കാണിച്ചിരുന്ന വഴിയിൽ അങ്ങ് നടന്നാൽ മതി. കർത്താവിനോട് വിശ്വസ്ത പുലർത്തിയാൽ മതി. ഹൃദയം നിർമ്മലമായി സൂക്ഷിച്ചാൽ മതി. കാഴ്ചപ്പാടിൽ അശുദ്ധി സംഭവിക്കാതെ, ഇടകല്ലാതെ, കോംപ്രമൈസ് ഇല്ലാതെ വചനത്തെ അനുസരിച്ച് എന്തെല്ലാം വന്നാലും കർത്താവിന് പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും എന്ന് പാട്ടുകാരൻ പാട്ടതുപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവവേദലേ, നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം അറിയുന്നു. അവിടുന്ന് ഒരു വഴി അടഞ്ഞു പോയാൽ ദൈവം മറ്റൊരു വഴി നമുക്കായി തുറക്കും. നാം പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ആയിരിക്കും. യോശുവ മോശ പിസ്ഗയുടെ മുകളിൽ വെച്ച് കനാൻ ദേശം ദൂരമേ ദർശിച്ച് മരിച്ചു. ദൈവം അവനെ അടക്കി. മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താകും എന്ന് ചിന്തിച്ചു. ദൈവം യോശുവയെ ഒരുക്കിയിരുന്നു. യോശുവ പോയാൽ എന്തായിത്തീരും? കാലേബിനെ ദൈവം ഒരുക്കി. അപ്പം ഒരു മോശ പോയാൽ ഒരു യോശുവ പോയാൽ ഒരു കാലേബ്. പിന്നീട് ദൈവം തനിക്ക് ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്വസ്ഥദേശത്തെ സമൃദ്ധി. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികൾ. എങ്ങനെയും ഈ ഏറിയ കാലത്തെ കർത്താവിൻ്റെ വേലയിലെ വിവിധങ്ങളായ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രായോഗിക അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും കുടുംബവും മനസ്സിലാക്കിയിട്ടുള്ളത്, ദൈവം വിശ്വസ്തൻ, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. അവിടുത്തെ വഴികൾ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ അവിടുത്തെ സ്വഭാവത്തിന് മാറ്റവും ഇല്ല. അവിടുന്ന് സദാകാലവും നമ്മെ കുറിച്ച് ചിന്തിക്കുന്നവനും ജാഗരിക്കുന്നവനുമാണ്. ദൈവം നിങ്ങൾക്കായി കരുതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ടൂൾവിൻ എന്ന് പത്രോസ് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ കർത്താവിനെ ഫലമേൽപ്പിച്ചാൽ ഒരിക്കലും ലജിക്കേണ്ട. കർത്താവിൻ്റെ വേല ചെയ്യുക, മുമ്പോട്ട് പോവുക. പ്രൊവിഷൻ തരേണ്ടത് ദൈവമാണ്. അത് നിശ്ചയമായും അർഹമായത് അവൻ തന്നിരിക്കും. രാജാവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ അയച്ച ഉപമ കർത്താവ് പറയുമ്പോൾ, പോക, ന്യായമായത് നിനക്ക് തരാം എന്നാണ് പറഞ്ഞത്. 6-ാം മണി നേരത്ത് വന്നവനോടും 9-ാം മണി നേരത്ത് വന്നവനോടും 12-ാം മണി നേരത്ത് വന്നവനോടും 3-ാം മണി നേരത്ത് വന്നവനോടും കർത്താവ് പറഞ്ഞത്, പോക, ന്യായമായത് തരാം എന്നാണ്. ന്യായമായത് കർത്താവ് തന്നിരിക്കും. അവൻ ഒരിക്കലും തൻ്റെ സഹായഹസ്തങ്ങൾ പിൻവലിക്കുകയില്ല. അന്യായമായത് ദൈവം നമുക്ക് തരത്തും ഇല്ല. അതുകൊണ്ട് ന്യായമായത് കർത്താവ് നമുക്ക് തന്ന ആ ന്യായത്തിൽ സംതൃപ്തരായി നമ്മുടെ വിശ്വാസ ജീവിതം ദൈവത്തിൻ്റെ പ്രൊവിഷനിലേക്കല്ല, അതായത് കൂടാരത്തിൻ്റെ മുമ്പാകെ വീണിടക്കുന്ന മന്നയിലേക്കോ, കാക്കയുടെ വരവിലേക്കോ, കിരീടത്തിലെ വെള്ളത്തിലേക്കോ, വിധവയുടെ കലത്തിലേക്കോ നോക്കാതെ അവയെല്ലാം നമുക്കായി മുന്നൊരുക്കിയ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ ഇപ്രകാരം പറയും, നിങ്ങളൊക്കെ കേട്ട് കാണും. അദ്ദേഹം വേദപുസ്തകം സ്ഥിരമായി വായിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, വളരെ വിഷമതകളുള്ള ജീവിത സാഹചര്യങ്ങൾ, ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്ന വേളകളിൽ ഞാൻ ബൈബിൾ തുറന്ന് ഈ സങ്കീർത്തനം വായിക്കാറുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ മുഴുവൻ സമ്മർശങ്ങളിലും കർത്താവിന് വേണ്ടി ഒരു എളിയ സാക്ഷിയായി ഞാനും കുടുംബവും ഞങ്ങൾ കർത്താവിന് വേണ്ടി നിലനിന്നിട്ട് ഇന്ന് വരെയും ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അപ്പുറം ഫീൽഡിൽ ഞാൻ അധ്വാനിക്കുന്നവനാണ്. ഒന്നുകിൽ ഈ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ അധികം ആൾക്കാർ ഈ വചന പഠനത്തിന് വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 1-2 വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. മറ്റേ ഒരു ദിവസം 2, 3, 4 ഇടുന്നായിരുന്നു. ഒന്നുകിൽ ഈ ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ ലേഖനദ്വാര, അതുമല്ലെങ്കിൽ ഹൗസ് വിസിറ്റിംഗ്,
അതുമല്ലെങ്കിൽ കവലകളിലെ പ്രസംഗം, ഇങ്ങനെ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരന്മാർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉള്ള മറുപടി, ഇങ്ങനെ സർവ്വതാ കർത്താവിന് വേണ്ടി ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഈ സമയത്തും വളരെ അധികം സമയം ചെലവഴിച്ച് കർത്താവിന് വേണ്ടി ജാഗരിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ദൈവം ഞങ്ങളോട് ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മനുഷ്യരൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇനിയും ചിലർ ചെയ്യുകയും ചെയ്തു എന്ന് വരാം. എന്നാൽ ദൈവം ദോഷമായിട്ട് ഞങ്ങളോടൊന്നും ചെയ്തിട്ടില്ല. വിളിച്ച ദൈവം പോക ന്യായമായത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യായമായത് ഇന്നുവരെയും തന്നിട്ടുണ്ട്. ന്യായരഹിതമായതൊന്നും പ്രതീക്ഷയില്ല, ആഗ്രഹമില്ല, വേണ്ടതാനും. ന്യായമായത് തരുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസ ജീവിതയാത്ര തുടരാം. നമുക്ക് ഏവർക്കും അതിനാവശ്യമായ ആത്മധൈര്യം ഈ പ്രസന്റേഷനിൽ കേട്ട ദൈവത്തിലൂടെ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.